ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നു, വിളിച്ചു ചോദിക്കുന്നു അമേരിക്കയിൽ എന്താ സംഭവിച്ചത്, എന്താണ് സംഭവം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്തായാലും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഞാനത് മൈൻഡ് ചെയ്യാണ്ട് വിട്ടതാണ്. പക്ഷെ ആളുകൾ വീണ്ടും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് വിളിച്ച് അതിനൊരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ മെക്സിക്കോയിലാണ് നിൽക്കുന്നത്. ഇത്രയും ദിവസം എനിക്കത് വീഡിയോ ചെയ്യാനായിട്ടൊരു സ്ഥലമോ സാഹചര്യമോ നെറ്റ്വർക്കോ ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു. ഇപ്പം ഞാൻ സിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത്. സോ ഏപ്രിൽ 3-ാം തീയതി ഞാൻ US-ലെത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ കാണിച്ചു തരാം. ജോർജ് എന്ന വ്യക്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11:30 ആയ സമയത്ത്, ഒരു 12 മണിയായെന്ന് തോന്നുന്നു, ആൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്നു. ആളും വേറൊരു വ്യക്തിയും കൂടെയാണ് കാറിൽ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ആള് ആദ്യം എന്നെ സോഷ്യൽ മീഡിയ വഴി എനിക്ക് അറിയായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ചാറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആളെന്നെ പിക്ക് ചെയ്യാൻ വന്നു. രാത്രി ഒരു 2 മണിയായപ്പോൾ, ഒരു 2-2:30 ആയ സമയത്ത് വീട്ടിലെത്തി. അതായത് ഏപ്രിൽ 4-ാം തീയതി വെളുപ്പിന് ഒരു 4 മണി US-ലെ ടൈമിൽ ഞാൻ ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. അങ്ങനെ ആളുടെ വീട്ടിൽ ഞാൻ താമസിച്ചു. ആ ജെറ്റ് ലാഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉറക്കമൊന്നും സെറ്റായിട്ടുണ്ടായില്ല. സോ ഞാൻ മോർണിംഗ് ആയപ്പോൾ പെട്ടെന്ന് തന്നെ എണീച്ചു. ഒരു 2-3 അവേഴ്സ് ഞാൻ നിന്നുള്ളൂ. അതിനുശേഷം ഏപ്രിൽ 4-ാം തീയതി ഞാൻ അവിടെ താമസിച്ചു. അതായത് പുറത്തൊക്കെ പോയി ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളെന്നെ, ജോർജ് എന്ന വ്യക്തി എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഈ ജോർജ് എന്ന് പറഞ്ഞ ആളും ആളുടെ വൈഫും മാത്രമാണ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം ഞാൻ പോയി, പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പോൾ നല്ല സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്. ഭയങ്കര സംസാരവും, എന്താ പറയുക, നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. എനിക്ക് പുള്ളിക്കാരൻ്റെ വൈഫെല്ലാം ഫുഡ് തന്നു. ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. നല്ല രീതിയിലാണ് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അന്നത്തെ ദിവസം, അതായത് ഏപ്രിൽ 4-ാം തീയതി രാത്രി ഞാൻ അവിടെ കിടന്നുറങ്ങി. പിന്നെ ഏപ്രിൽ 5-ാം തീയതി പുറത്ത് ന്യൂയോർക്ക് സിറ്റിയൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉച്ചയൊക്കെ ആയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ കുറച്ച് മലയാളീസ് എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ആളോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റ് ഞാൻ ഓൾറെഡി വീട്ടിലേക്കുള്ള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മലയാളീസ് എന്തോ തിരക്കിലായിട്ട് അവർ വന്നിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ആ സെയിം എന്താ പറയുക ട്രെയിനിൽ തന്നെ ഞാൻ, ജോർജ് എന്ന ആളും ആ സെയിം ട്രെയിനിൽ തന്നെ തിരിച്ച് ന്യൂജേഴ്സിയിലേക്ക് പോയി, ആളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നോർമലി അവിടെ എത്തി. പിന്നെ ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അന്ന് അവരുടെ കൊച്ചുമോള് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജോർജ് എന്ന വ്യക്തിയുടെ മകള് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ കൂടുതലായിട്ടൊന്നും എന്നോട് സംസാരിച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അതായത് ഏപ്രിൽ 5-ാം തീയതി രാത്രി ഞാൻ ഒരു 11:30-11:45 സമയം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഓൾറെഡി എനിക്ക് 2 ഫോണുണ്ട്. അപ്പോൾ ഒരു ഫോണിൽ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഡോറിൽ വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു. അത് പുള്ളിക്കാരൻ്റെ കൊച്ചുമോളായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇയാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീടാണ്. അവർ എറണാകുളത്താണ് സെറ്റിൽഡ്. ഈ വീട്ടിൽ ജോർജ് എന്ന വ്യക്തി റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാണ്ടാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും. എന്താ പറയുക, US-ൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങണം എന്നാണോ പോകണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു.
അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അല്ല, നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ, അതായത് അന്നത്തെ ദിവസം 5-ാം തീയതിയാണ്, മൺഡേ അതായത് ശനിയാഴ്ചയാണ്. അപ്പോൾ അതായത് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പോൾ ശനിയാഴ്ച അതായത് 12 മണി 6-ാം തീയതി 7-ാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച, 7-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്, ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട്, ഞാനപ്പോൾ അതിൽ പോകുമെന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഇല്ല, നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ളൊരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പുള്ളിക്കാരി ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്താ പറയുക, ആള് എന്താ പറയുക, ഞങ്ങളോട് ചോദിക്കാണ്ടാണ് ഹോസ്റ്റ് ചെയ്ത്, അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാനിങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ, ഇതേ ഡയലോഗാട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അങ്ങനെയാണ് ഞാൻ ഇവിടെ താമസിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ്, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരിനെ ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടോ ഒന്നിനും ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല, പിന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നാന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കാരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആൾ ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാണ്ടാണ് വന്നത്. പക്ഷെ എനിക്കറിയില്ലല്ലോ, അതായത് ആളെന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ആണോ എന്ന് ചോദിച്ചു. ഫാമിലി ആണ്, എനിക്ക് ഫാമിലിയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് മാത്രം പറഞ്ഞു. ഈവൻ എൻ്റെ അടുത്ത് ടെൻറ്റ് എടുക്കണ്ട എന്ന് വരെ പറഞ്ഞു. ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ടെൻറ്റ് അടിക്കുമെന്നും ആളോട് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചാറ്റും ഞാനിവിടെ കാണിക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പുള്ളിക്കാരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് എന്നെ ഹോസ്റ്റ് ചെയ്ത് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്, ആളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വേണം നീ ഇറങ്ങിപ്പോവാൻ, അല്ലേ നീ കാണിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഓൾറെഡി ഉറങ്ങുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്, എന്തായാലും ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട്, ജോർജിനോട്. അപ്പോൾ ആള് പറഞ്ഞു എവിടെ പോകണു, രാത്രി എന്താ പറ്റിയ, എന്താ ഉണ്ടായേ, ഇപ്പൊ പോകാൻ പറ്റില്ല, രാത്രി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല, അതായത് എൻ്റെ അടുത്ത് നാളെ പോകണം, അതായത് അവര് ഗസ്റ്റായിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു, ഞാൻ മൺഡേ ഓൾറെഡി പോകുമെന്ന് അവർക്കറിയാം. എന്നിട്ട് അപ്പോഴാണ് പിന്നെ അവരൊരു വീഡിയോ എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തൊക്കെ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താ പറയുക, തിങ്കളാഴ്ച പോയാൽ മതി എന്നാണ് പറയുന്നത് എന്നാ പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഇങ്ങനൊരു ഇൻസിഡൻറ്റേ അവിടെ ഉണ്ടാവില്ലല്ലോ. തിങ്കളാഴ്ച ഓൾറെഡി ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു, അപ്പോൾ പോവുകയാണെങ്കിൽ പിന്നെ നാളെ പോയാൽ മതി എന്ന് പറയേണ്ട ഒരു ആവശ്യം, അവിടെ ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. എൻ്റെ ടിക്കറ്റും ഞാൻ കാണിച്ചു തരാം. അതായത് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഷിക്കാഗോയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റേ അവിടെ സംഭവിക്കില്ലായിരുന്നു. അതായത് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വരുന്നില്ലല്ലോ. തിങ്കളാഴ്ചയാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു സംഭവമേ അവിടെ ടോക്ക് വരേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അപ്പോൾ ആ വീഡിയോയിൽ ആകെ കാണിക്കുന്നത് ഞാൻ എന്താ പറയുക, ഞാൻ പുള്ളിക്കാരനായിട്ട് സംസാരിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് വിഷമമായി. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അപ്പോൾ ഉണ്ടായ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നത്, അല്ല നിങ്ങളോടൊരു ഇത് ഉണ്ടായിട്ടില്ല ജോർജ് എന്ന വ്യക്തിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോഴും ആൾ എൻ്റെ അടുത്ത് ഇറങ്ങി പോകരുത്, ഈ രാത്രി പോകരുത് എന്നാണ് പറയുന്നത്. ഞാൻ ആ രാത്രി ഇറങ്ങി പോയതിൻ്റെ റീസൺ, ഒരാൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊടന്നു. അപ്പോൾ എന്താ പറയുക, ഗസ്റ്റ് എന്നുള്ള രീതിയിൽ വിളിച്ചു കൊടന്നിട്ട് ഞാൻ തിങ്കളാഴ്ച ഓൾറെഡി പോകുന്നറിയാം. അവർക്ക് വേണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയാലും അന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കണം. ഒരാളുടെ വീട്ടിൽ നമ്മൾ പോയി താമസിക്കുന്ന സമയത്ത് ആ വ്യക്തി നമ്മളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കാതെ ഞാൻ അങ്ങോട്ട് പോയി, അവരെന്നെ ഹോസ്റ്റ് ചെയ്തതാണ്, അപ്പം ഞാൻ അവരോട് മോശമായിട്ട് സംസാരിക്കും. ഞാൻ അതാണ് ആലോചിക്കുന്നത്, ആളുകൾ എത്രത്തോളം അതിനെ വളച്ച് കെട്ടി എടുക്കുന്നില്ല. ഞാൻ അതിൽ പറയുന്നുണ്ട്, ഞാൻ 41 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, നിങ്ങളെപ്പോലെ ലോകം കണ്ടിട്ടില്ലാത്ത ആളല്ല എന്ന് പറയുന്നത്. അത് വെച്ചാണ് കൂടുതൽ ആളുകളും അതിനെ ഇങ്ങനെ പറഞ്ഞതാക്കുന്നത്. അത് അപ്പത്തെ എൻ്റെ ഒരു മെൻ്റൽ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്താണ്, രാത്രി പുള്ളിക്കാരി അങ്ങനെ വന്ന് പറയുന്നു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം. ഉറങ്ങാൻ വേണ്ടി പോയ ഒരാൾ, അതായത് ഒരു 11:45 ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത്
ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഞാൻ റീച്ചിന് വേണ്ടി ഞാൻ അങ്ങനെ രാത്രി ഇറങ്ങിപ്പോയി ഞാനൊരു നാടകം ഉണ്ടാക്കി എന്നാണ്. ഉറങ്ങാൻ വേണ്ടി പോയ ആള് ഞാൻ രാത്രി കരഞ്ഞതിന്റെ റീസൺ പുള്ളിക്കാരൻ എന്നോട് നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. നല്ല രീതി എന്ന് പറഞ്ഞാൽ അത്രയും പൊളൈറ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അങ്ങനെ ഒരു വ്യക്തി വീട്ടിൽ അങ്ങനെ താമസിച്ച് പുള്ളിക്കാരി എന്നോട് അതങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ വീട്ടിൽ അവിടെ താമസിക്കില്ല, അപ്പം തന്നെ അന്ന് രാത്രി അവിടെ ഇറങ്ങും. അന്ന് രാത്രി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഒരു മെക്സിക്കോക്കാരൻ്റെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാൻ വേറൊരു ഹോട്ടലിൽ പോയി താമസിക്കുന്നത്. $110 ഞാൻ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പി 10,000 റുപ്പീസ്. അതായത് എല്ലാവരും പറയുന്നു ഞാൻ OC ആയിട്ട് താമസിക്കുവാണ്, പൈസ കൊടുക്കാതെ ഫ്രീ സ്റ്റേ അന്വേഷിച്ച് നടക്കുവാണ്, അങ്ങനെ പറയുന്നത് കുറേ കേട്ടു. അപ്പോൾ അന്ന് രാത്രി എനിക്ക് അവിടെ താമസിച്ചാൽ പോരെ, എന്തിനാ ഞാൻ 10,000 റുപ്പീസ് കൊടുത്ത് പുതിയ റൂം പോയി എടുത്ത് താമസിച്ചത്. രാത്രി ഞാൻ അങ്ങനെ തണുപ്പത്ത് ഒരു 6 ഡിഗ്രി ആയിരുന്നു. ആ 6 ഡിഗ്രിയിൽ എനിക്ക് അങ്ങനെ ഒരു നാടകം റീച്ചിന് വേണ്ടി ഉറങ്ങാൻ വേണ്ടി പോയി എനിക്ക് എന്താ പെട്ടെന്നാണോ വിചാരിച്ചേ എനിക്കൊരു വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് എന്താ പറയുക ചിന്തിച്ചാൽ മനസ്സിലാക്കും. രാത്രി ഞാൻ അവിടെ ഇറങ്ങിപ്പോയത് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതായത് നാളെ പോയാൽ മതി അങ്ങനെ പറഞ്ഞിട്ട്, അതായത് ഗസ്റ്റായിട്ട് ഒരു വീട്ടിലേക്ക് പോയതിനു ശേഷം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമ്മളെന്തോ അവരെ ഇങ്ങനെ അവരുടെ ഇതിൽ നിൽക്കുന്നു എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും നമുക്ക്. കാരണം നമ്മൾ അവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ അവിടെ പോയത്, അവരെന്നെ വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പോയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പോൾ ആദ്യം എന്താണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷനും ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്ന ഒന്നും ആ വീഡിയോയിലില്ല, എൻ്റെ വീഡിയോയിലും ഇല്ല, അവരുടെ വീഡിയോയിലും ഇല്ല. ഇറങ്ങിയതിന് ശേഷം കരഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. ഞാൻ അപ്പത്തെ ആ ഒരു മെന്റൽ സിറ്റുവേഷനിൽ ഇറങ്ങിപ്പോയതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റതാണ്. ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും. അതായത് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നു, അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. കാരണം ഞാൻ ഇറക്കി വിട്ടു എന്ന് അവിടെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ വായനെല്ലാം പുക പോകുന്നുണ്ട്, അതായത് അത്രയും തണുപ്പായതുകൊണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ പെട്ടെന്ന് പറയേണ്ടതെന്ന് അറിയാത്ത രീതിയിലാണ് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആകെ പറഞ്ഞൊരു കളവ് അല്ലെങ്കിൽ ഒരു തെറ്റ്. അല്ലാതെ അതിൽ കൂടുതൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഞാൻ അവിടെ പോയി റൂമൊക്കെ എടുത്ത് താമസിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഒരു എന്താ പറയുക അവിടെ പോയി താമസിച്ചു. പിറ്റേ ദിവസം ഞാൻ വേറെ എനിക്ക് അറിയുന്ന ഡാഡീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ താമസിച്ചു. അങ്ങനെ അതിനുശേഷം ഏർലി മോർണിംഗ് ഞാൻ പിന്നെ ഷിക്കാഗോയിലൊക്കെ പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷിക്കാഗോയിൽ വെച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാനൊന്ന് മെൻ്റലി പോലും ഞാൻ ഓക്കെ ആയതിനു ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഒരു 2 ഡേയ്സ് കഴിയുമ്പോഴാണ് ഇവർ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ചെയ്ത് പിന്നെ ആളുകൾ മൊത്തം ഞാൻ ഉഡായിപ്പാണ്, ഞാൻ ഓസിയാണ്, ഞാൻ ഫ്രീ ആയിട്ട് താമസിച്ചാണ് പോകുന്നത്, ഇങ്ങനെയുള്ള എന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെല്ലാം കൂടി എനിക്ക് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2 ആഴ്ചയായി ഒരു സംഭവം നടന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ അന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു, അത് കഴിഞ്ഞൊരു ഇൻസിഡൻ്റ് അല്ലേ, ഇത് ഇത്രയും ദിവസമായില്ലേ, ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, നീ നിന്റെ ട്രാവലിൽ ഫോക്കസ് ചെയ്ത് നീ അതോടെ മുന്നോട്ട് പോകും. നീ ഇപ്പം ഇനി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെച്ച് കുറേ ആൾക്കാർ വീഡിയോ ചെയ്യും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്തില്ല. അത് ഞാൻ ചെയ്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. കാരണം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു 3-4 ദിവസം മുന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ മെക്സിക്കോയിൽ എൻ്റെ വീഡിയോസ് കണ്ടറിയാം, ഞാൻ ഓരോ ലോക്കൽ ആളുകളുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യമോ നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനും ചെയ്യാനും പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിറ്റി എത്തിയപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. അതായത് കുറേ ആളുകൾക്ക് ഇപ്പം എന്നെ അറിയാത്ത ആളുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്നത് പറഞ്ഞാൽ കാണുന്ന വണ്ടികളിലൊക്കെ ലിഫ്റ്റ് അടിച്ചിട്ട് ആണ് ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന ഡയറക്ഷനിലേക്ക് പോകുന്ന വണ്ടികൾ ഒരു 1000 വണ്ടിയിൽ കൈ കാണിക്കുമ്പോഴായിരിക്കും ഒരു 10 വണ്ടി എനിക്ക് അവർ വില്ലിങ് ആയിട്ടുള്ളവർ നിർത്തിയിട്ട് ഞാൻ ആ വണ്ടിയിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷൻ പോകുന്നു. പിന്നെ അതിനിടയിൽ ലിഫ്റ്റ് കിട്ടാത്ത സമയങ്ങളുണ്ടാവും. ആ സമയത്ത് എൻ്റെ ബാക്ക് പാക്കുമായിട്ട് ഞാൻ കുറേ കിലോമീറ്റർ നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ താമസിക്കുന്നത്, എനിക്കൊരു ടെൻ്റ് ഉണ്ട്. അപ്പോൾ ടെൻ്റ് അടിച്ച് ഞാൻ താമസിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മെക്സിക്കോയിൽ വന്നിട്ട് ഞാൻ ടെൻ്റ് അടിച്ചിട്ടില്ല. എല്ലാ ലോക്കൽ ആളുകളുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ച്. ഞാൻ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ചോദിച്ച സമയത്ത്
അവർ പറഞ്ഞു ഇല്ല, ടെൻ്റ് അടിക്കുന്നവിടെ സേഫ് അല്ല, അതുകൊണ്ട് അവരുടെ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞിട്ട് കൗച്ചിലും അങ്ങനെ ഉള്ള ചെറിയ സ്പേസൊക്കെ എനിക്ക് തന്നിരുന്നു കിടക്കാൻ. ബെഡ്റൂം തന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ റൂം എടുത്ത്, ഞാൻ ഹോട്ടൽ റൂമോ ഹോസ്റ്റൽ റൂമോ ഒന്നും എടുത്തല്ല ഞാൻ എൻ്റെ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ പറയുന്നുണ്ട് പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ യാത്ര ചെയ്യുന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ട് എന്ന്. എനിക്ക് യൂട്യൂബിൽ നിന്ന് മാത്രമാണ് വരുമാനം കിട്ടുന്നത്. അപ്പം എനിക്ക് ഇതുവരെ എൻ്റെ യൂട്യൂബിൽ നിന്നും എത്ര പൈസ കിട്ടി എന്ന് ഞാനിവിടെ കൊടുക്കാം. കാരണം ഇനി അതിൻ്റെ പേരിൽ ആർക്കും ഒരു സംശയം വേണ്ട. ഞാൻ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ളത്, അതായത് ലൈഫ് ടൈം ആണ് ഞാൻ കൊടുക്കുന്നത്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഒരു ദിവസം വരെയുള്ള എനിക്ക് എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വരെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നു എനിക്ക് ഒരു മാസം 5-6 ലക്ഷമൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ നീ ചിലവാക്കാത്തത്. എനിക്ക് കുറച്ച് പൈസ കിട്ടുന്നത് ഞാൻ ചിലവാക്കുന്നത് ഫ്ലൈറ്റ് എടുക്കണം, വിസ എടുക്കണം, ഭക്ഷണം കഴിക്കണം, ഇതിനെല്ലാം ഞാൻ ചിലവാക്കുന്നത്. ഞാൻ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു സിറ്റിയിലെത്തി മെട്രോ എടുക്കണം, ചിലവുണ്ട്, ബസ് എടുക്കണം, അതിന് പൈസ കൊടുക്കണം. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ലിഫ്റ്റ് അടിച്ച് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ലിഫ്റ്റ് അടിച്ച് ഓരോ ആളുകളുടെ വണ്ടിയിലാണ്, അവർ വില്ലിങ് ആയിട്ടുള്ളവർ മാത്രമാണ് എനിക്ക് ലിഫ്റ്റ് തരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ വണ്ടി, ചിലപ്പോൾ വണ്ടിയിൽ ഏതെങ്കിലും മുകളിലൊക്കെ കയറി ഇരുന്നിട്ടുള്ള സാഹചര്യമായിരിക്കും, ബാക്കിലായിരിക്കും, എവിടെയെങ്കിലും വില്ലിങ് ആയിട്ടുള്ളവർ മാത്രമാണ് ലിഫ്റ്റ് തരുന്നത്. അല്ലാതെ നമ്മൾ നടുറോട്ട് പോയി നിൽക്കുമല്ല, കൈ കാണിക്കുന്ന സമയത്ത് ഓക്കെ ആയിട്ടുള്ളവരാണ് നമുക്ക് ലിഫ്റ്റ് തരുന്നത്. അതിൽ കയറുന്ന സമയത്ത് ഞാൻ അവർക്ക് എന്താ പറയുക, പൈസയൊന്നും കൊടുക്കാറില്ല, ഫ്രീ ആയിട്ടാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് പോകാറുള്ളത്. പിന്നെ താമസിക്കുന്നതാണെങ്കിലും, പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന വീട് പോലെ ഇരിക്കും. ചില സമയത്ത് അവർക്ക് ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കാറുണ്ട്. പൈസ, അത് ആഫ്രിക്കയിലായിരുന്നു കൂടുതൽ. ഞാൻ താമസിച്ച വീട്ടിൽ പല ആളുകൾക്കും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് അത്ര പോലും, അതായത് എൻ്റെ അത്ര പോലും പൈസ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് പൈസ കൊടുത്തത്. അതുപോലെ തന്നെ ഫുഡ് ഒരുപാട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി കുട്ടികൾക്ക് ചെറിയൊരു മിഠായി എങ്കിലും, കാരണം ആഫ്രിക്കയിലൊക്കെ ഓരോ വീടുകളിൽ ചെറിയ ചെറിയ കുട്ടികൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡ്രസ്സ്, പിന്നെ എൻ്റെ ഡ്രസ്സാണെങ്കിൽ ഞാൻ ഓരോ സ്ഥലത്ത് നിന്ന് യൂസ്ഡ് ക്ലോത്ത്സ് മേടിക്കും, അത് കുറച്ചാൾ ഉപയോഗിക്കും, അത് ഞാൻ ഡൊണേറ്റ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ആഫ്രിക്കയിലെല്ലാം ഞാൻ ഒരുപാട്, എൻ്റെ വീഡിയോസിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്, എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നത്. അതായത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആളുകളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഹിച്ച് ഹൈക്കിംഗ് ആണ് മോസ്റ്റ്ലി. അല്ലാതെ ഫ്ലൈറ്റും ബസ്സും ട്രെയിനും ഒക്കെ എടുക്കുന്നതിന് വേറെ എക്സ്പെൻസ് വരാറുണ്ട്. ഫുഡ് വീടുകളിൽ, ഇപ്പോൾ ലോക്കൽ വീടുകളിൽ താമസിക്കുന്ന സമയത്ത് അവരെനിക്ക് ഫുഡ് തരാറുണ്ട്, അത് ഞാൻ കഴിക്കാറുണ്ട്. അല്ലാതെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത്, ഇപ്പോഴും എൻ്റെ ബാഗിൽ പിസ്തയും ബദാമും ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും, അതൊക്കെ കുറച്ചായിട്ട് ഞാൻ കഴിക്കും. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫുഡും കഴിക്കും. അതിനെല്ലാം എനിക്ക് പൈസ എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അക്കോമഡേഷന് ഞാൻ പൈസ സ്പെൻഡ് ചെയ്യാറില്ല. അതായത് എനിക്ക് അത് എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ള അത്രയും പൈസ എനിക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഓരോ ലോക്കൽ ആളുകളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ ഹോസ്പിറ്റാലിറ്റി, എന്താ പറയുക, അവരിൽ ഒരാളായിട്ടാണ് ഞാൻ ജീവിക്കാറ്. അതായത് പല വ്ളോഗേഴ്സും പ്രമുഖ യൂട്യൂബേഴ്സ് എന്തോ എൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കേട്ടു, ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഓരോ ആളുകൾക്കും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഡിഫറെൻ്റ് ആണ്. അത് മാത്രമല്ല ഓരോ ആളുകളുടെ യാത്രാ രീതിയും ഡിഫറെൻ്റ് ആണ്. ഞാൻ പോകുന്നത് കൂടുതലും ആരും അധികം എത്തിച്ചെല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, വില്ലേജുകളിലേക്ക്, അങ്ങനെ കൂടുതൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കല്ല ഞാൻ പോകാറ്. ആ ഒരു രാജ്യത്തിൻ്റെ ലൈഫ് സ്റ്റൈലാണ്. ആ ഒരു വില്ലേജിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ രാജ്യത്തിൻ്റെ എല്ലാം അറിയാൻ പറ്റും. എങ്ങനെയാണ് ഇവരിവിടെ താമസിക്കുന്നത്, എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ എന്താ, അവർ ഫാമിംഗ് ആണോ ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയാണ് ഇൻകം ഉണ്ടാവുന്നത്, ഇതെല്ലാം ഞാൻ കണ്ട് അവരിൽ ഒരാളായിട്ടാണ് ഞാൻ താമസിക്കാറ്. ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഞാൻ അവരുടെ, എന്താ പറയുക, അവരിടുന്ന പോലത്തെ ഡ്രസ്സ് അത് ഞാൻ അനുകരിക്കാറുണ്ട്. അതുപോലെ ഇട്ടിട്ട് അവരിൽ ഒരാളായിട്ടാണ് ജീവിക്കാറ്. ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ എന്നെപ്പറ്റി പല രീതിയിലും പറയുന്ന ഈ പ്രമുഖ വ്ളോഗേഴ്സൊക്കെ ഹോട്ടൽ റൂം എടുത്ത്, എല്ലാ ദിവസവും ഹോട്ടൽ റൂം എടുത്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി ടൂറിസ്റ്റുകളെ മാത്രം കണ്ട് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഓരോ രീതികളുണ്ട് യാത്ര ചെയ്യാൻ. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ യാത്ര ചെയ്യട്ടെ, ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ യാത്ര ചെയ്യട്ടെ, അതല്ലേ ശരി. അല്ലാതെ ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ പാടുള്ളൂ, ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, ഫ്ലൈറ്റ് എടുത്തേ പോകാവൂ, പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ യാത്രാ രീതി എന്ന് പറയുന്നത് ഇതാണ്.
പിന്നെ നിങ്ങൾക്ക് വേറെ ആരുടെയെങ്കിലൊക്കെ യൂട്യൂബേഴ്സിന്റെ വരുമാനം അറിയണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സോഷ്യൽ ബ്ലേഡ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈറ്റ് വരും. അപ്പോൾ അതിൽ socialblade.com എന്നുണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് ഉണ്ടാവും, ഇൻസ്റ്റ ഉണ്ടാവും, എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ആരുടെ ഇപ്പോൾ ബാക്ക് പാക്കർ അരുണിമ എന്ന് അടിച്ചെടുത്താൽ എൻ്റെ എനിക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ വ്ളോഗേഴ്സിൻ്റെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഏത് യൂട്യൂബേഴ്സിൻ്റെ വേണമെങ്കിലും അവരുടെ പേര് എക്സാക്റ്റ് ആയിട്ടുള്ളത് അടിച്ചു കൊടുത്താൽ അതിൽ അറിയാൻ പറ്റും. അപ്പോൾ കുറേ പേർക്ക് ഇനി സംശയമുള്ളവർക്കൊക്കെ പോയി വേറെയുള്ള വ്ളോഗേഴ്സിനൊക്കെ എത്ര ഇൻകം കിട്ടുന്ന അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ മതി. പിന്നെ ഓരോ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് ഞാൻ ഓരോ മലയാളികളുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. അപ്പോൾ അവരും എൻ്റെ അടുത്ത് നല്ലപോലെ സ്നേഹത്തോടെയാണ് സംസാരിക്കാറ്. ഞാൻ തിരിച്ചും അവരുടെ അടുത്ത് അങ്ങനെയാണ് പെരുമാറാറും. അപ്പോൾ ഒരു ഇതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഷെഡ്ഡി വരെ അവർ അലക്കി തന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത് കുറേ പേര് എടുത്തിടുന്നത് കണ്ടു. പുള്ളിക്കാരൻ തന്നെ അത് എടുത്തിടുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ വീട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് അലക്കാൻ ഒരുപാടുണ്ടാവും. ഞാൻ വാഷിംഗ് മെഷീൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ തന്നെ പോയിട്ട് അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കി. അതിനാണ് ആള് ഞാൻ എൻ്റെ ഷെഡ്ഡി വരെ അലക്കി തന്നു എന്ന് പറയുന്നത്. 25 വയസ്സുള്ള ഒരാള് എന്താ പറയാ, ഇന്നത്തെ കാലത്ത് സ്വന്തം അമ്മയും അച്ഛനും ഷെഡ്ഡി അലക്കി കൊടുക്കും? അതൊന്നും ആലോചിച്ചാൽ പോരെ. എന്തായാലും എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് അലക്കി തരില്ല. അപ്പൊ ഞാൻ തന്നെയാണ് അലക്കുന്നത്, കൈ വെച്ച് അലക്കുവാണെങ്കിൽ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ടതും ഞാൻ തന്നെയാണ്. അപ്പം അങ്ങനെ വീഡിയോയിൽ കുറേ ആൾക്കാർ അതിനെപ്പറ്റി മോശമായിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടു. അപ്പോൾ അതെന്തായാലും ഞാനത് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഞാൻ ഒരു വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് അവരുടെ അനുവാദം ഇല്ലാതെ ഓരോ സാധനങ്ങൾ ഞാൻ എടുക്കുകയോ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഞാൻ അവരെനിക്ക് എവിടെയാണോ കിടക്കാൻ സ്ഥലം തന്ന് അവിടെ കിടക്കുന്നു. ആ ഒരു സ്പേസ് മാത്രമാണ് യൂസ് ചെയ്യുക. വേറെയുള്ള ആളുകളുടെ റൂമിലേക്ക് പോലും ഞാൻ പോവാറില്ല. അത് ഞാൻ കാണിക്കാറുള്ളൊരു ഇതാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഞാനിപ്പോൾ 12 മണിക്കൂർ ട്രാവൽ ചെയ്തതിൽ ഒരു 20 മിനിറ്റ്സ് ആയിരിക്കും യൂട്യൂബിൽ വീഡിയോ ആയിട്ട് എടുക്കുക. ഞാൻ അവിടെ ഫുഡ് കഴിച്ച പ്ലേറ്റ് കഴുകുന്നതും, ഞാൻ അവിടെ ഡ്രസ്സ് കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നതും, അങ്ങനെ എല്ലാം എടുക്കുവാണെങ്കിൽ എനിക്കൊരു 10 വീഡിയോ ഉണ്ടാക്കാം ഒരു ദിവസം. അങ്ങനെ A to Z വീഡിയോ ആക്കിക്കൊണ്ടിരിക്കൂലല്ലോ. അതൊന്നും ആളുകൾ ചിന്തിക്കാതെയാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത്. എനിക്ക് അതൊക്കെ കണ്ടിട്ട് തന്നെ ഭയങ്കര, സത്യം പറഞ്ഞാൽ വിഷമമാണ് എനിക്ക് ഉണ്ടായത് ഇതെല്ലാം കണ്ടിട്ട്. പിന്നെ വേറൊരു കാര്യം, കുറേ പേരുടെ വീട്ടിൽ ഞാൻ പോയി താമസിച്ച ആൾക്കാരുടെ അനുഭവം എന്ന് പറഞ്ഞിട്ട് വേറെ വ്ളോഗേഴ്സൊക്കെ അതിനെ ഇങ്ങനെ വീഡിയോ ചെയ്തതായിട്ട് കണ്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ വ്യക്തികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. കാരണം അതെനിക്ക് ആരാണെന്ന് അറിയണം എന്തായാലും. കാരണം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ ആരോ എന്നെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ വേറൊരു വീട്ടിൽ പോയിട്ട് വേറെ ഒരാൾ എൻ്റെ ഷെഡ്ഡി അലക്കി തന്നു എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് തന്നെ ഞാൻ വണ്ടറായിട്ടുണ്ട്. കാരണം അതിൽ ബ്ലർ ചെയ്ത് ആ ഒരു ചാറ്റ് മാത്രമാണുള്ളത്. അതായത് ഈ വ്ളോഗേഴ്സ് തന്നെ എടുത്ത് എഴുതി ഉണ്ടാക്കിയതാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇതിൽ ചോദിക്കുന്നത്. ഇത് കാണുന്ന ആരാണെങ്കിലും അറിയുന്നവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാനൊരു വീട്ടിൽ പോയി താമസിച്ച സമയത്ത് അവരെ അറിഞ്ഞോ അറിയാതെ ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ പോവാറില്ല, ഞാനങ്ങ് നിൽക്കാറില്ല. അപ്പോൾ ഒരുപാട്, അതായത് എത്രയോ രാജ്യങ്ങളിൽ സിറ്റിയിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആളുകളുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ വിളിക്കാറും വീഡിയോ കോൾ ചെയ്യാറും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ഓർമ്മയിലും ഇല്ല. ആരോ പറയുന്നു എന്തോ ഞാൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ച് കല്യാണത്തിന് കൊണ്ടുപോയെന്നോ ഏതോ വീട്ടിൽ കല്യാണത്തിന് കൊണ്ടുപോയെന്ന്. ഞാനൊരു കല്യാണത്തിന് പോയത് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞ് ഓർക്കുന്നില്ല. ഞാൻ നാട്ടിൽ ചെന്നാൽ പോലും അങ്ങനെ കല്യാണങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. അങ്ങനെ വളരെ കുറച്ച് കല്യാണങ്ങൾക്കാണ് ഈ ഒരു 4-5 വർഷത്തിൽ ഞാൻ പോയിട്ട് പോലുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കല്യാണത്തിൽ പോയിട്ട് ഞാൻ എന്തായാലും അത് ഓർക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം പോലും ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ അത് ആരാ എന്ന് എനിക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൂടിയുണ്ട്. പിന്നെ ജോർജ് എന്ന വ്യക്തിനെ പറ്റി ഒരു സ്ഥലത്തും എൻ്റെ വീഡിയോയിലോ പേഴ്സണലായിട്ടോ ഞാൻ ആരോടും വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയെന്നും അല്ലെങ്കിൽ ആ വ്യക്തി കൊള്ളൂല, മോശമാണെന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ജോർജ് എന്ന വ്യക്തി എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചു. ഞാനതിൽ ഹാപ്പി ആയിരുന്നു. അതിന് ഞാൻ താങ്ക് യു പറയുന്നു എന്നെ വീട്ടിൽ ഹോസ്റ്റ് ചെയ്തതിന്. അപ്പം അതിനുശേഷം പിന്നീട് അദ്ദേഹം തന്നെ ആളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എന്നെപ്പറ്റി ഞാൻ ഹാഫ് നേക്ഡ് ആയിട്ട് നിൽക്കുന്ന വീഡിയോ റീച്ചിന് വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ക്യാപ്ഷൻ ആക്കി ഇടുന്നുണ്ട്. അങ്ങനെ മോശമുള്ളതായിട്ടുള്ള രീതിയിൽ എന്നെപ്പറ്റി പറയുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു സ്ഥലത്തും മോശമായിട്ട് പറയുന്നില്ല. പിന്നീട് എന്തിനാണ് അദ്ദേഹം എന്നെപ്പറ്റി ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ആളെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ ഒരുപാട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ
അവരാരെയാണ് ശരിക്കും ഇൻസൾട്ട് ചെയ്ത്? ഒരു വീട്ടിലേക്ക് ഞാൻ ഗസ്റ്റായി എന്നെ വിളിച്ച് കൊണ്ടുപോയി, എന്നിട്ട് ഇങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്ന വേറൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊരു സാഹചര്യം ഉണ്ടായി, എന്നിട്ട് ഞാൻ പോയി റൂം എടുത്ത് താമസിച്ചു. അത് ശരിക്കും എനിക്ക് എന്നെ ഇൻസൾട്ട് ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം ഇനി ഞാൻ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരെങ്കിലും പേര് പറഞ്ഞിട്ടോ വീട് കാണിച്ചിട്ടോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ക്ഷമ ചോദിക്കുവാണ്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തായാലും എന്താ പറയുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുവാണ്. കാരണം ഞാൻ എൻ്റെ യാത്രയിൽ ഒരാളെയും ഞാൻ ബുദ്ധിമുട്ടിക്കണം എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. പിന്നെ വേറൊരു കാര്യം, ഖത്തറിൽ പോയ സമയത്ത് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചു, എൻ്റെ കൂടെ ഉണ്ടായ സുഹൃത്തുക്കളൊക്കെ ഡ്രഗ്സ് ഉപയോഗിച്ചു എന്ന് പറയുന്നു. മിഡിൽ ഈസ്റ്റ് പോലെ ഖത്തർ പോലുള്ള രാജ്യത്തൊക്കെ പബ്ലിക്കായിട്ട് അങ്ങനെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. സിഗരറ്റ് പോലും വലിക്കാത്ത ഞാൻ ആകെ ചെയ്യുന്നത് കള്ളു കുടിക്കുന്നതാണ്. അത് ഞാൻ എൻ്റെ വീഡിയോസിൽ പോലും ഞാൻ കാണിക്കാറുണ്ട്. അല്ലാതെ ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല. ഇതൊന്നും എന്നെ നേരിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ പോലും മനസ്സിലാവും ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇത് പറയുന്നത് കണ്ടു. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഏതോ എന്നെ ഖത്തറിൽ വെച്ച് ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ഒരാളോ എവിടെയോ വെച്ച് ഞാൻ അങ്ങനെ ഏതോ ആൺകുട്ടികളുടെ കൂടെ ഡ്രഗ്സ് ഉപയോഗിച്ച് നടക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല സോഷ്യൽ മീഡിയയിലും വ്ളോഗേഴ്സ് എടുത്തിടുന്നത് എനിക്ക് കുറേ പേര് ഫ്രണ്ട്സ് അയച്ചതെന്ന് ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റിനെ വെച്ചിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വെച്ച് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നു. അതിൽ ബോഡി ഷെയ്മിങ്ങും എന്നെ സ്ലട്ട് ഷെയ്മിങ്ങും എന്തൊക്കെ ഷെയ്മിങ് ആണ് അതിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇന്നേ വരെ ഒരാളെ പറ്റി മോശമായിട്ട് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എന്നെപ്പറ്റി എല്ലാ ആളുകളും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അത് ചിത്രീകരിക്കുന്നത്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്താ പറയുക, അവരുടെ അക്കൗണ്ടിലിട്ട് റീച്ചിന് വേണ്ടിയിട്ടാണോ എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ റീച്ചിന് വേണ്ടി ചെയ്ത നാടകമാണ്, ഞാൻ ഉഡായിപ്പാണ്. എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു വാക്കായിരുന്നു അത്, ഞാൻ ഉഡായിപ്പാണ് എന്നുള്ളത്. ഞാൻ അവിടുന്ന് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് അവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയതാണോ ഞാൻ ചെയ്ത് ഉഡായിപ്പ്? ഞാൻ അവരെ പറ്റിച്ചു എന്ന് പറയുന്നു, ഞാൻ അവരെ തേച്ചു എന്നൊക്കെ പറഞ്ഞ ആളുകളെ വീഡിയോ ചെയ്ത് കണ്ടു. തേക്കാൻ ആ വ്യക്തി, അദ്ദേഹം എന്തായിരുന്നു, 70 വയസ്സുള്ള വ്യക്തി എൻ്റെ കാമുകനായിരുന്നോ? അതോ എൻ്റെ ഷുഗർ ഡാഡി ആയിരുന്നോ? ആരായിരുന്നു ആ വ്യക്തി? അപ്പോൾ അങ്ങനെയൊക്കെ എന്തിനാ ആളുകൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ജോർജ് എന്ന വ്യക്തി തന്നെ ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലെ ആൾക്കാരുടെ അടുത്തും പോയിട്ട് എന്നെ പറ്റി മോശമായിട്ട് പറയുന്നു. ആ വ്യക്തി എന്തിനാ പിന്നീട് അത് അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല. അതിന് ഞാൻ അദ്ദേഹത്തെ പിന്നെ വിളിക്കാനൊന്നും പോയിട്ടില്ല. വിളിച്ച് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയും എന്തെങ്കിലും ആവട്ടെ, അത് കഴിഞ്ഞ ഒരു ഇൻസിഡൻ്റ് ആണല്ലോ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്നത്. പക്ഷെ പിന്നെയും ഞാൻ എൻ്റെ യാത്രകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചു, പേഴ്സണൽ മെസ്സേജ് അയച്ചു, എന്നെ തെറി വിളിച്ചും ചീത്ത വിളിച്ചും കമൻ്റായിട്ടും മെസ്സേജ് അയച്ചും അങ്ങനെയൊക്കെ എന്നെ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മെൻ്റലി എന്നെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം. പിന്നെ വേറൊരു പ്രമുഖ യൂട്യൂബർ എന്നെ പറ്റി പറയുന്നത് കേട്ടു, ഞാൻ പണ്ട് മലപ്പുറത്ത് വെച്ച് ലിഫ്റ്റ് അടിച്ച സമയത്ത് ഞാൻ മദ്യപിച്ച് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി, ഞാനും എൻ്റെ പെൺസുഹൃത്തും. അപ്പോൾ ആരാ മദ്യപിച്ചതെന്ന് അറിയില്ല, മദ്യപിച്ചതിൻ്റെ ഭയങ്കര സ്മെല്ലായിരുന്നു. പിന്നെ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കേട്ടിട്ട് സത്യം പറയാൻ എനിക്ക് ആദ്യം ചിരിയാണ് വന്നത്. കാരണം ഞാൻ നോർമലി ലിഫ്റ്റ് അടിക്കുന്ന പോലെ ഞാനും എൻ്റെ പെൺസുഹൃത്തായിട്ടുള്ള അവളും ഞാനും ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ലിഫ്റ്റ് കിട്ടി. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. നോർമലി ലിഫ്റ്റ് അടിക്കുന്ന പോലെ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറി. അപ്പോഴാണ് പറഞ്ഞത് അരുണിമല്ലേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ആളിങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു തന്നു. പക്ഷെ അന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിനെ പറ്റി ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലായിരുന്നു. ആൾ തന്നെയാണ് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു തന്നു. അതിനുശേഷം അടുത്ത ആൾ പോകുന്നവരെ എന്നെ കൊണ്ടാക്കി. അതിനുശേഷം ഞാൻ അവിടുന്ന് അടുത്ത വണ്ടി ലിഫ്റ്റ് അടിച്ച് പോയി. ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ബസ്സിലൊന്നും ലിഫ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ നടക്കുകയാണ് ചെയ്യാറ്, ബസ്സിൽ കയറി പോകാറില്ല. അപ്പം അതിൽ പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു കള്ളമാണ്. അത് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ടിന് തന്നെ ഞാൻ ഈ വീഡിയോസും ഇതൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവള് തന്നെ ഇങ്ങനെ വണ്ടറായിട്ട് നിൽക്കുവാണ്, എന്താണ് ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കി പറയുന്നത് എന്നൊക്കെ കേട്ടിട്ട് വളരെ മോശമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. കാരണം എന്നെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ഒരാൾ നിർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വില്ലിങ് ആണെങ്കിലാണ് നിർത്തിയത്. അതുപോലെ തന്നെയാണ് ഈ വ്യക്തി നിർത്തിയതും എനിക്ക് ലിഫ്റ്റ് തന്ന അടുത്ത സ്ഥലത്ത് കൊണ്ടാക്കിയതും. എന്നിട്ട് പറഞ്ഞത് ബസ്സിൽ കയറി പോകാനുള്ള സ്ഥലത്താക്കി. അവിടുന്നും പിന്നെ ഞാൻ ലിഫ്റ്റ് അടിച്ച് എറണാകുളത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നതൊക്കെ എത്രത്തോളം മോശമാണ് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ ഭയങ്കര അരോചകമായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ടായി. എനിക്ക് എന്താ പറയുക, ഭയങ്കര അത് കണ്ടിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വന്ന് എന്നെ ചീത്ത വിളിക്കുമ്പോൾ എൻ്റെ ഒരു മെൻ്റൽ സിറ്റുവേഷൻ ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് കുറേ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ച് അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ സമ്മതം ഇല്ലാതെ തന്നെ കുറേ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുക. അത് വെച്ചിട്ട് ഒരു കാര്യം വെച്ചിട്ട് എൻ്റെ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഓരോ യൂട്യൂബ് ചാനലിലെ ആൾക്കാർ 10 വീഡിയോസൊക്കെയാണ് ചെയ്തേക്കുന്നത്. ആ ചാനലിൽ തന്നെ 10 വീഡിയോസ് എന്നെ പറ്റി മാത്രമാണ്. ഓരോ കാര്യങ്ങളെ വെച്ച്, എൻ്റെ ചാറ്റ് വെച്ച്, എൻ്റെ പഴയ യാത്രകൾ വെച്ചിട്ട്, വേറെ എന്തൊക്കെയോ ചാറ്റ് വെച്ചിട്ട്, എന്താല്ലേ ആളുകളുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇങ്ങനെ എന്നെപ്പറ്റി വീഡിയോ ചെയ്ത ആളുകളിൽ 99% ആൾക്കാരും മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുന്ന വീഡിയോസ് ചെയ്യുന്ന വ്ളോഗേഴ്സാണ്. അതായത് ട്രാവൽ വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സോ ഒന്നുമല്ല. സോഷ്യലി ഇങ്ങനെ വേറെ ഇതുപോലത്തെ വ്ളോഗേഴ്സിനെ പറ്റി കുറ്റം പറയുന്നതും പലരെയും പറ്റി കുറ്റം പറയുന്നതും അല്ലെ അങ്ങനത്തെ പറയുന്ന വീഡിയോസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എന്നെപ്പറ്റി വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമില്ല. എന്നെപ്പറ്റി മാത്രമല്ല ഇങ്ങനെ ഇല്ലാ കഥകൾ ഇറക്കുന്നതും വീഡിയോസ് ചെയ്യുന്നതെല്ലാം ഒരുപാട് ആളുകളെ പറ്റിയും ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. അത് കാണാനായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കുണ്ടായ അനുഭവം ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ എൻ്റെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യുന്നു, അതിൻ്റെ വീഡിയോസാണ് ഇടുന്നത്. പിന്നീട് ഞാൻ അതിനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടും എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടും ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയും ഓരോ വീഡിയോയും ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് റീച്ച് ഉണ്ടാക്കാം. ഈ വീഡിയോ ഒക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് ആ വീഡിയോ ഉണ്ടാക്കും. എത്ര ആൾക്കാർ എന്നെ പറ്റി വീഡിയോ ചെയ്യുന്നത്, അതിനെപ്പറ്റിയൊക്കെ എനിക്ക് റിയാക്ട് ചെയ്ത് വേണമെങ്കിൽ വീഡിയോ ചെയ്തുകൂടെ. പക്ഷെ ഞാൻ എൻ്റെ യാത്രകൾ ഫോളോ ചെയ്ത് എൻ്റെ വഴിയിലൂടെ ഞാൻ പോവുകയാണ്. പിന്നെ കുറേ ആളുകൾ പറയുന്നത് കേട്ടു, ഇനി ഇവളെ വേറെ മലയാളീസ് ഒന്നും ആരെയും വീട്ടിൽ കയറ്റരുത്, ഇവള് പണി തരും, ഇവള് 8ന്റെ പണി തരും, വീട്ടിൽ കയറ്റരുത് എന്നൊക്കെ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മലയാളിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്, മെക്സിക്കോയിൽ തന്നെ. അല്ലാതെ തന്നെ വേറെ സിറ്റിയിലും ഞാൻ മലയാളികളുടെ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ പറ്റി മോശമായി പറയുന്നു. സ്റ്റിൽ ഞാൻ ആ വീഡിയോയിൽ പോലും ഒരാളെ പറ്റി ഞാൻ മോശമായിട്ട് പറയുന്നില്ല. പക്ഷെ അതൊന്നും ആലോചിക്കാതെയാണ് ആളുകൾ എന്താ പറയുക അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇനിയും എൻ്റെ യാത്രകൾ തുടരും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോനെ ചൊല്ലിയിട്ട് 1000 വ്ളോഗേഴ്സ് അതായത് യൂട്യൂബേഴ്സ് വന്നിട്ട് ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഉണ്ടാക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അവരുണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇതുവരെ ഞാനൊരു എക്സ്പ്ലനേഷൻ തന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി എത്ര പേര് റിയാക്ട് ചെയ്താലും, എന്നെ വന്ന് തെറി വിളിച്ചാലും, എന്നെ വന്ന് ചീത്ത വിളിച്ചാലും, ഞാൻ ഇതിനു വേണ്ടി അതിനെ ചൊല്ലി ഇനിയൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യില്ല. ഈ ഒരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിയാക്ഷൻ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ യാത്രകൾ ഞാൻ ഇവിടുന്ന് ഇനി അടുത്ത രാജ്യത്തേക്ക് പോകും. അങ്ങനെ എൻ്റെ മെക്സിക്കോയിൽ തന്നെ ഒരുപാട് നാൾ യാത്ര ചെയ്യാണ്ട് വലിയ രാജ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ യാത്രകളും എൻ്റെതായ എന്താ പറയുക ട്രാവൽ ലൈഫിലായിരിക്കും ഞാൻ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇനി ആരൊക്കെ ഇതിനെ റിയാക്ട് ചെയ്താലോ അതിനെപ്പറ്റി വീഡിയോ ചെയ്താലോ അത് കാണാനോ അത് കണ്ടിരിക്കാനുള്ള നെറ്റ്വർക്കില്ല. ഇവിടെ 900 രൂപയാണ് 1 GB-ക്കെല്ലാം. 1 GB 2 GB-ക്കൊക്കെ എക്സ്പെൻസ് വരുന്നത് നെറ്റ്വർക്ക്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത നെഗറ്റീവ്സ് എല്ലാം ഞാൻ മാറ്റി നിർത്തി പോസിറ്റീവ്സിനെ മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ യാത്രകൾ തുടരുകയാണ്. കാരണം ഇനി എനിക്ക് ഇതിനെ ചൊല്ലിയൊരു എന്താ പറയുക സംസാരിക്കാനോ അതിന് റിപ്ലൈ ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല. ഇനി ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ അതിനൊക്കെ കുറച്ച് റിപ്ലൈ ചെയ്യാം. ഇനി എനിക്ക് പേഴ്സണലി ആർക്കെങ്കിലും മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബാക്ക് പാക്കർ അരുണിമ തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റാൻഡമായിട്ട് ഞാൻ മെസ്സേജ് നോക്കും. എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റാറില്ല. എന്നാലും എനിക്ക് ചില സമയത്ത് ചില മെസ്സേജ് കാണുമ്പോൾ റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണം എന്നുള്ളവർ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. സോ എൻ്റെ ട്രാവൽ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, യാത്രകൾ തുടരുന്നതാണ്.